പുതിയതായി ഓഫീസിൽ ചാർജ് എടുത്ത സുന്ദരി സിൽവി സ്വന്തമെന്ന് കരുതിയിരിക്കുന്ന കസ്തൂരി മാമ്പഴം കൊത്തിക്കൊണ്ടു പോകുമോ? കുടിയേറ്റ ഗ്രാമമായ പുല്ലരിയിൽ മുളപൊട്ടുന്ന പ്രണയവും തുടർ സംഭവങ്ങളും ആധാരമായ പ്രണയ നോവൽ നാം വെടുക്കുന്ന പ്രണയം 10ാം ഭാഗത്തിൻ്റെ ഓഡിയോ ആവിഷ്കാരം. രചനയും അവതരണവും ഇമ്മാനുവൽ. അറിയാതെയാണെങ്കിലും ഒരു നിമിഷത്തേക്ക് മാത്രമാണെങ്കിലും ജിമ്മി സാർ തൻ്റെ ശരീരത്തിലേക്ക് അമർന്ന ആ അല്പസമയം സിൽവിയെ ആനന്ദ തന്തുലിതയാക്കിയിരുന്നു. അന്നേരം അങ്ങനെയൊന്നും തോന്നിയില്ല. ഒരു ഭയമായിരുന്നു, സാറ് വീണുപോയേക്കുമോ എന്ന്, പിന്നെ വല്ലതും പറ്റുമോ എന്നും. ഇപ്പോൾ ഓർക്കുമ്പോൾ ഒരു ചമ്മലോ നാണമോ എന്തോ ആണ് തോന്നുന്നത്. ഒറ്റ ചാട്ടത്തിന് താൻ എത്തുമ്പോഴേക്കും സാറ് എവിടെയെങ്കിലും കൈ പിടിക്കാൻ വായുവിൽ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് സാർ തൻ്റെ കൈകളിലേക്കാണ് ചാഞ്ഞത്. തല തൻ്റെ കഴുത്തിന് താഴെയായിട്ടായിരുന്നു. ചുണ്ടുകൾ ചേർന്നതപ്പോൾ എവിടെയായിരിക്കും? അയ്യേ, ഓർക്കുമ്പോൾ തന്നെ നാണം വരുന്നു. അന്ന് അവൾക്ക് ഉറക്കം വന്നതേയില്ല. അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. എന്നാലും പിന്നെ അതിനെപ്പറ്റിയൊന്നും സിൽവി ഓർത്തില്ല. പഠനത്തിൽ കാര്യമായി ശ്രദ്ധിച്ചു. ഇപ്പോൾ ജിമ്മി സാറിനോടുള്ള താല്പര്യം ആ വിഷയത്തോടുമായി മാറിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഇപ്രാവശ്യം എല്ലാ വിഷയങ്ങൾക്കും ജയിക്കണമെന്ന ഒരു ആഗ്രഹം സിൽവിയുടെ മനസ്സിൽ ആദ്യമായി ഉണ്ടായി. ഒരിക്കലും ജയിക്കാത്ത സാമ്പത്തിക ശാസ്ത്രത്തിന് നല്ല മാർക്ക് വാങ്ങണം. അർച്ചന മിസ്സിനെയും ജിമ്മി സാറിനെയും ഞെട്ടിക്കണം. അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായതോടെ പഠിക്കാൻ താല്പര്യമായി. സമയം ഒട്ടും വെറുതെ കളയാതെ വായിച്ച് പഠിച്ച് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തു. പുല്ലരിയിൽ മഴയുടെ 2ാമത്തെ ആഘോഷം തുടങ്ങി. കർക്കിടക മാസത്തിൻ്റെ അവസാന കാലത്താണ് മഴ വീണ്ടും ശക്തി പ്രാപിച്ചത്. ഇപ്രാവശ്യം ഉരുൾപൊട്ടലൊന്നും ഉണ്ടായില്ല എങ്കിലും പുല്ലരി പുഴ നിറഗർഭിണിയായി. കുറേ ദിവസം മഴ ഒരേ നിലയിൽ തുടർന്നു. നായ്ക്കയം ഭാഗത്ത് ഒരൽപ്പം മണ്ണിടിച്ചിലുണ്ടായത് മാത്രമേ പറയത്തക്കതായി ഉണ്ടായിരുന്നുള്ളൂ. ജീവഹാനിയോ കൃഷിനാശമോ ഒന്നും ഉണ്ടായതുമില്ല. ഇപ്രാവശ്യം മഴ കണ്ടപ്പോൾ ജിമ്മി സാർ ഒന്ന് ഭയന്നു. കാരണം കഴിഞ്ഞ മഴയിലെ നഷ്ടത്തിൻ്റെ ഫയലുകളെല്ലാം തീർപ്പാക്കി കഴിഞ്ഞിട്ടില്ല. വീട് പോയ ചിലർക്കെങ്കിലും ഇനിയും നഷ്ടപരിഹാരത്തിൻ്റെ തുക കിട്ടിയില്ല എന്നാണ് സോമൻ പറഞ്ഞത്. ജിമ്മി സാർ ഫയലുകളെല്ലാം സമയബന്ധിതമായി തീർപ്പാക്കി എങ്കിലും ഗവൺമെൻറ്റിൽ നിന്നും ഫണ്ട് അനുവദിച്ചു വരാൻ താമസിക്കുന്നതാണ് കാരണം. അത് പറഞ്ഞതുകൊണ്ടും കാര്യമില്ലല്ലോ, നഷ്ടപ്പെട്ടവന് കിട്ടിയല്ലേ പറ്റൂ. സംക്രമം വന്നു. ചിങ്ങപ്പുലരിയിലേക്ക് നാടൊന്നാകെ മിഴി തുറന്നു. പ്രതീക്ഷയുടെ ചിങ്ങമാസം എല്ലാവർക്കും സന്തോഷമാണ്. അന്തരീക്ഷം തെളിഞ്ഞു. റബ്ബർ വെട്ട് തുടങ്ങിയതോടെ നാട് ഒന്നുണർന്നു. കുറേ പേർ ഓണവിപണി ലക്ഷ്യമാക്കി വാഴകൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. പുല്ലൻ ദാമോദരൻ 4000 ഏത്തവാഴയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. എല്ലാം കുലവെട്ടാറായി. ദേഹം മുഴുവൻ കറുത്ത രോമാവൃതമായതുകൊണ്ട് നാട്ടുകാരിട്ടുകൊടുത്ത കുറ്റപ്പേരാണ് പുല്ലൻ എന്നത്. യഥാർത്ഥത്തിൽ ദാമോദരൻ പാറയിൽ എന്നാണ്. പക്ഷേ ഇന്ന് അയാളെ അറിയണമെങ്കിൽ പുല്ലൻ എന്ന് പറയണം. മറ്റ് പലരും നേന്ത്രവാഴ കൃഷി ചെയ്തിട്ടുണ്ട്. അവരൊക്കെ വലിയ പ്രതീക്ഷയിലുമാണ്. നമ്മുടെ കുഞ്ഞവരാച്ചനും 500 വാഴകൾ കുലച്ച് മൂത്തു നിൽക്കുന്നുണ്ട്. നല്ല മുറ്റൻ കുലകൾ. അന്നൊരിക്കൽ അയാൾ അപ്പച്ചൻ ചേട്ടനോട് പറയുന്നത് കേട്ടു, ഓവറേജ് 20 കിലോൻ വീതം കാണുമിടൂ, അത് വെട്ടിക്കഴിഞ്ഞാൽ. പിന്നെ ഞാൻ ആരാ? ആവറേജ് എന്നത് കുഞ്ഞവര പറയുന്നത് അങ്ങനെയാണ്. അത് കഴിഞ്ഞാലും താൻ കുഞ്ഞവര തന്നെ, പിന്നല്ലാതെ. ഉള്ള കടം വീട്ടിയെടുക്കാം, അതാ ഒരു സമാധാനം. അപ്പച്ചൻ ചേട്ടൻ്റെ കടയിലേക്ക് റബ്ബർ എത്തിത്തുടങ്ങി. മലഞ്ചരക്ക് വിപണി കേരളമൊട്ടാകെ നല്ല ഉണർവിലാണ്. റബ്ബർ മാത്രമേ പുതിയത് വരുന്നുള്ളൂ. കുരുമുളകിനും അടയ്ക്കയ്ക്കുമാണ് ഏറ്റവും കൂടിയ നിലവാരമുള്ളത്. സിൽവിയുടെയും ബേബിയുടെയും ഓണപ്പരീക്ഷകൾ തുടങ്ങി.
അവരുടെ സ്കൂളിലെ അധ്യാപകർ തന്നെ തയ്യാറാക്കുന്ന ചോദ്യങ്ങളാണല്ലോ പരീക്ഷയ്ക്കുള്ളത്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പരീക്ഷയ്ക്ക് ആദ്യമായി സിൽവി നന്നായി എഴുതി. പരീക്ഷ കഴിഞ്ഞ് വന്ന വഴി ചോദ്യപേപ്പർ കാണിക്കാൻ ജിമ്മി സാറിൻ്റെ അടുത്ത് വരെ പോയി. സാറ് പറഞ്ഞ് പഠിപ്പിച്ച ചോദ്യങ്ങളൊക്കെയാണ് വന്നത്. സിൽവി അന്നമ്മ ചേടത്തിയുടെ കൂടെ ചായ ഇടാൻ തുടങ്ങുമ്പോഴാണ് ഓഫീസിലെ സോമനും ശങ്കരനും കൂടി വന്നത്. കുറച്ച് ഫയലുകൾ കൊണ്ടുവന്ന് അവർ സാറിനെ ഏൽപ്പിച്ചു. അന്നമ്മ ചേടത്തി അവർക്കും കൂടി ചായ എടുത്തു. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ സോമൻ ഒരു പ്രധാന കാര്യം പറഞ്ഞു. എനിക്ക് ട്രാൻസ്ഫറാണ്, വയനാട്ടിൽ മീനങ്ങാടിയിലേക്ക്. നാളെ റിലീവ് ചെയ്യും. അത് പറയാനും കൂടിയാ വന്നത്. പകരം ആരും വന്നില്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ടിലാകുമല്ലോ. പകരം വരുന്നത് ഒരു ലേഡിയാണ്. പേര് റോസി. ഞങ്ങളൊരു ബാച്ചാണ്. ആളൊരു ഫാഷൻ ഷോയാണ്. ഏതായാലും ഓഫീസിൽ വരുമല്ലോ, അപ്പോൾ കാണാം, ജിമ്മി മനസ്സിൽ പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് അടുക്കളയിൽ നിന്ന സിൽവി വിചാരിച്ചു, കസ്തൂരി മാമ്പഴം കൊത്താൻ വരുന്ന കാക്കയാകുമോ ഈ പറയുന്ന റോസി? അവർ പോയി കഴിഞ്ഞ് ചോദ്യപേപ്പർ കാണിക്കാം എന്ന് സിൽവി വിചാരിച്ചു. എന്നാൽ സോമൻ്റെ ട്രാൻസ്ഫർ കാര്യവും പറഞ്ഞ് വർത്തമാനം നീണ്ടു. പുതിയ ഓഫീസിലെ കാര്യവും ഒക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങനെ ഇരിപ്പാണ്. ഉടനെ എങ്ങും പോകാനുള്ള ഒരു ലക്ഷണവും കാണുന്നില്ല. സോമനെ സംബന്ധിച്ചിടത്തോളം സ്ഥലം മാറി പോയാൽ പിന്നെ ഇതുപോലെ ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് പോകാത്തത്. അവർ പോയിട്ട് താൻ വന്ന കാര്യം നടക്കില്ല എന്ന് കണ്ടതുകൊണ്ട് അന്നേരം തന്നെ സിൽവി വീട്ടിലേക്ക് പോന്നു. തിരക്കിട്ട് പോകുന്നതിന് കാരണം ചോദിച്ചപ്പോൾ നാളെ പരീക്ഷയുണ്ടല്ലോ എന്ന് മറുപടി പറയുകയും ചെയ്തു. പിറ്റേന്നാണ് ഓണപ്പരീക്ഷയുടെ അവസാന പേപ്പർ, സോഷ്യോളജി. ആ വിഷയവും സിൽവി നന്നായി എഴുതി. പരീക്ഷ കഴിഞ്ഞ് പുസ്തകങ്ങളും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജാസ്മിൻ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവൾക്ക് അല്ലേലും സോഷ്യോളജി നല്ല എളുപ്പമാണ്. അതുകൊണ്ട് നന്നായി പഠിച്ചിട്ടുമുണ്ടായിരിക്കും. ചോദ്യം കിട്ടുന്നതേ വേഗം എല്ലാം എഴുതി തീർക്കും. പരമാവധി 1.5 മണിക്കൂർ മതി അവൾക്ക്. അപ്പോഴേക്കും പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങും. എന്നിട്ട് നേരത്തെ ഇറങ്ങുന്ന ആരോടെങ്കിലും ചൊല്ലിക്കൊണ്ട് നിൽക്കും. വാടി, നമുക്ക് ക്യാൻറ്റീനിലേക്ക് പോകാം, ഓരോ ചായ കഴിക്കാം. എനിക്ക് ചായ വേണമെന്നൊന്നും തോന്നുന്നില്ല, എന്നാലും വാ പോകാം. നീ ആ സിബിയെ അറിയുമോ? ആ സോജൻ്റെ വാലല്ലേ, തുണിക്കടക്കാരൻ മാത്തുച്ചേട്ടൻ്റെ മകൻ. ആളിനെപ്പറ്റി നിൻ്റെ അഭിപ്രായം പറയടി, അല്ലാതെ ചുമ്മാ കൊണാരം പറയാതെ. കണ്ടാൽ കൊള്ളാം, പക്ഷെ ആ സോജനെ പോലെ പേടിത്തൊണ്ടനാന്നാ തോന്നുന്നേ. ജാസ്മിൻ്റെ മുഖഭാവം മങ്ങി. അവരിനി ലൈൻ വലിച്ചോ? അതാണോ അങ്ങനെ പറഞ്ഞപ്പം അവൾക്കൊരു ദണ്ണം? ഏതായാലും പിന്നെ കുറച്ച് സമയത്തേക്ക് അവളൊന്നും മിണ്ടിയില്ല. സിബിക്ക് നേരത്തെ തന്നെ ജാസ്മിനോടൊരു നോട്ടം ഉണ്ടായിരുന്നു. അത് തനിക്ക് മനസ്സിലാവുകയും ചെയ്തതാണ്. എന്നാലും ജാസ്മിൻ അങ്ങോട്ട് ചെരിയും എന്ന് ഞാൻ വിചാരിച്ചില്ല. ഇപ്പോഴത്തെ അവളുടെ ഭാവം കണ്ടിട്ട് അവർ പരസ്പരം വെളിപ്പെടുത്തിയ ലക്ഷണമുണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞെന്നേ ഉള്ളൂ പെണ്ണേ, നീ അത് കാര്യമാക്കണ്ട. നിനക്കിഷ്ടമുണ്ടെങ്കിൽ നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോടി, ബാക്കിയൊക്കെ നമുക്ക് പുറകെ കാണാം. അവൻ കുറേ നാളായില്ലേ എൻ്റെ പുറകെ നടക്കുന്നു. ഒരു ദിവസം ഇച്ചിരി പേടിച്ച് എന്നോട് വിവരം പറഞ്ഞു. ആത്മാർത്ഥമായിട്ടാണോടാ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് പറഞ്ഞു. ആത്മാർത്ഥമായിട്ടാണെങ്കിൽ കൊള്ളാം എന്ന് ഞാനും പറഞ്ഞു. അല്ലാതെ ഉഡായിപ്പ് പരിപാടിയും കൊണ്ട് പോരേണ്ട എന്നും കൂടി പറഞ്ഞു. അങ്ങനെ അല്ലെന്ന് അവൻ പറഞ്ഞതുകൊണ്ട് ഞാനും സമ്മതം പറഞ്ഞു. അത്രയേ ഉള്ളൂ, നിന്നോടായതുകൊണ്ടാണ് പറഞ്ഞത്. അവൻ ആള് പാവമാണെന്നാ എനിക്കും തോന്നുന്നത്. അതുകൊണ്ട് പേടിക്കാനില്ല. ധൈര്യമായിട്ട് രണ്ടും കൂടി ഒരുമിച്ച് നടക്കടി. അവളുടെ മുഖത്ത് ഒരല്പം നാണം കണ്ടു. അവളും പ്രേമിക്കട്ടെ, അതിൻ്റെ സുഖം അവളും അറിയട്ടെ. അവർ പറഞ്ഞുകൊണ്ട് നടന്ന് ക്യാൻറ്റീൻ എത്തിയ വിവരമറിഞ്ഞില്ല. ഉടൻ തന്നെ 2 ചായയും കഴിക്കാൻ പഴംപൊരിയും പറഞ്ഞു.
പരീക്ഷ തീർന്ന ദിവസത്തിൻ്റെ ചെലവാണോ? എന്നെയും കൂട്ടുന്നുണ്ടോ? സോജൻ ആ കാറ്റാടിയുടെ ചുവട്ടിൽ വായിനോട്ട കലാപരിപാടിയിൽ മുഴുകി നിൽക്കുന്നത് കണ്ടായിരുന്നു. അവൻ ക്യാൻറ്റീനിലേക്ക് ഒപ്പം വന്നത് അറിഞ്ഞില്ല. അതുകൊണ്ട് പെട്ടെന്ന് ശബ്ദം കേട്ടപ്പോൾ ഒന്ന് പകച്ചു. നീ വന്നോടാ, നിനക്കെന്നാ ഒരു ചായ വാങ്ങിത്തരാൻ ഇത്ര ബുദ്ധിമുട്ട്? നിനക്ക് മധുരമുള്ള ചായയാണോ അതോ ഇല്ലാത്തതാണോ? അതെന്നാടി അങ്ങനെ ചോദിച്ചത്? എനിക്ക് ഷുഗറിൻ്റെ അസുഖമൊന്നും വരാനുള്ള പ്രായമായില്ലല്ലോ. അതല്ല, കുറേ നേരമായല്ലോ മരത്തിൻ ചുവട്ടിൽ നിന്നും മധുരം ഇറക്കുന്നു. അതുകൊണ്ട് ഇനി ചായയ്ക്കും മധുരം വേണോ എന്നറിയാനാ. അങ്ങനെ ഒന്നാക്കിയതാണല്ലേ? ഇപ്പോഴല്ലേ കാര്യം എനിക്ക് പിടികിട്ടിയത്. നിന്റെ അടുത്ത് നിന്നായതുകൊണ്ടാണ് തീരെ പ്രതീക്ഷിക്കാത്തത്. നിന്റെ വാലായിട്ട് നടന്ന ആ സിബി എന്തിയടാ? അവനെ ഇന്ന് കണ്ടില്ലല്ലോ. അവന് വേറൊരു വാല് കിട്ടിയോ എന്നെനിക്കൊരു സംശയമുണ്ട്. രണ്ടുപേരും കൂടെ പോസ്റ്റ് ഇടുന്നുണ്ടായിരുന്നു. ലൈൻ വലിച്ചോ എന്നെനിക്ക് തീർച്ചയില്ല. ജാസ്മിന് നേരെ ഒരു കള്ളനോട്ടം നോക്കിക്കൊണ്ടാണ് അവനത് പറഞ്ഞത്. അവന് കാര്യം മനസ്സിലായിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. പല ദിവസങ്ങളിലും ചായ വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞെങ്കിലും അന്ന് അവനും കൂടി ചായ വാങ്ങിക്കൊടുത്തു. അധികം വൈകാതെ ചായ കുടി കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. ഉച്ചയോടുകൂടി സിൽവി പുല്ലരിയിലെത്തി. പരീക്ഷ തീർന്ന ദിവസമായതുകൊണ്ട് സാറിൻ്റെ അടുത്തുകൂടി പോയിട്ട് വീട്ടിലേക്ക് പോകാം എന്നവൾ തീരുമാനിച്ചു. ബേബിക്ക് അന്ന് പരീക്ഷ ഇല്ലായിരുന്നു. ഊണിനുള്ള ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ട് അടുക്കളയിലായിരുന്നു അന്നമ്മ ചേട്ടത്തി. സിൽവി ചെന്നപ്പോൾ ജിമ്മി സാർ ഏതോ ഫയലിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വിളിച്ചതുകൊണ്ടാണ് അറിഞ്ഞത് തന്നെ. സിൽവി, പരീക്ഷയൊക്കെ കഴിഞ്ഞോ? ഇന്ന് എന്തായിരുന്നു വിഷയം? ഇന്ന് സോഷ്യോളജി ആയിരുന്നു. ഇന്നുകൊണ്ട് കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു എല്ലാം? എളുപ്പമായിരുന്നല്ലോ അല്ലേ? എളുപ്പമായിരുന്നു സാറേ. എന്നാണ് പ്ലാസ്റ്റർ ഒഴിവാക്കാൻ പോകേണ്ടത്? വരുന്ന തിങ്കളാഴ്ചയാണ്. ഇനി 4 ദിവസം കൂടിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ ജോലിക്ക് പോയി തുടങ്ങാം അല്ലേ? അത് തന്നെ. ഇത്ര നാളും തന്നെ തള്ളി നീക്കിയത് വലിയ ബുദ്ധിമുട്ടിലാണ്. ജോലിക്ക് പോയി തുടങ്ങിയാൽ ഒരു സമാധാനവും സന്തോഷവും കിട്ടും. ഓഫീസിൽ വന്ന പുതിയ ആളെ പരിചയപ്പെട്ടോ? എങ്ങനെ പരിചയപ്പെടാൻ? ആ ഓഫീസിൽ ചെന്നാലല്ലേ പരിചയപ്പെടാൻ പറ്റൂ. അമ്മച്ചി എന്തിയേ? അടുക്കളയിൽ തന്നെയാണോ? ഇറങ്ങി വന്നില്ലല്ലോ. ഞാനൊന്ന് പോയി നോക്കി പറഞ്ഞിട്ട് പോകട്ടെ. അവൾ അടുക്കളയിലേക്ക് കയറി. അമ്മച്ചിയെ നോക്കി. അമ്മച്ചി വളരെ തിരക്കിട്ട് കറികൾ തയ്യാറാക്കുകയാണ്. നീ വന്ന വിവരം ഞാൻ അറിഞ്ഞിരുന്നു. ഈ കറിയുടെ പണി ഒന്ന് തീർത്തിട്ട് ഇറങ്ങി വരാം എന്ന് വിചാരിച്ചു. ഞാൻ വെറുതെ ഇതിലെ ഒന്ന് കയറിയതാ. പരീക്ഷയൊക്കെ കഴിഞ്ഞു. ആ വിവരം സാറിനോടൊന്ന് പറഞ്ഞിട്ട് പോകാൻ വന്നതാ. ഞാൻ എന്നാൽ പോവുകയാണ്. ഊണ് കഴിച്ചിട്ട് പോകാം മോളെ. വേണ്ടമ്മച്ചി, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. അമ്മച്ചി, സാറേ, ഞാൻ പോകുന്നേ. അവൾ വേഗം ഇറങ്ങി നടന്നു. ജിമ്മിയുടെ ഓഫീസിൽ നിന്നും വൈകിട്ട് ശങ്കരൻ വന്നിരുന്നു. വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം പുതിയതായി ഒരാൾ വന്ന കാര്യവും പറഞ്ഞു. പുതിയ ആൾ എങ്ങനെയുണ്ട് ശങ്കര? നല്ല മാതിരിയല്ലേ? നല്ല രീതിയാ സാറേ, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ അല്പം ഫാഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതവരുടെ സ്വന്തം കാര്യമല്ലേ. പിന്നെ അവർ ദിവസവും പോയി വരുമോ അതോ ഇവിടെ എവിടെയെങ്കിലും താമസ സൗകര്യമായോ? താമസ സൗകര്യം കോൺവെൻറ്റിൽ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് തീരുമാനം പറയും. ശരിയായാൽ വരുന്ന തിങ്കളാഴ്ച മുതൽ അവിടെ താമസം തുടങ്ങാൻ കഴിഞ്ഞേക്കും. ഇന്ന് ജോയിൻ ചെയ്തിട്ട് പോയി ഇല്ലേ? ഇന്ന് ഉച്ചവരെ ജോലി ചെയ്തിട്ടാണ് പോയത്. ജോലിയൊക്കെ നന്നായി അറിയാം. സാറിനെ കാണാൻ വരുന്നെന്ന് പറഞ്ഞതാ. ഞാൻ കൂട്ടാത്തതാ. അതെന്തായാലും നന്നായി. പിന്നെ തിങ്കളാഴ്ച പ്ലാസ്റ്റർ കട്ട് ചെയ്യാൻ ആശുപത്രിയിൽ പോകണം. ശങ്കരൻ കൂടെ വന്നാൽ നല്ലതായിരുന്നു. അതിനെന്താ, ഞാൻ വരാം സാറേ. ചായ കുടി കഴിഞ്ഞ് ശങ്കരൻ കോൺവെൻറ്റിലേക്ക് പോയി. റോസി മാഡത്തിൻ്റെ താമസ സൗകര്യത്തിൻ്റെ കാര്യം അറിയാൻ വേണ്ടിയാണ് പോയേക്കുന്നത്. സിൽവി വെറുതെ വിചാരിച്ചതാണെങ്കിലും റോസി മാഡം
ആ കസ്തൂരി മാമ്പഴം കൊത്താൻ വന്ന കാക്കയായി മാറുമോ? അടുത്ത ഭാഗങ്ങളിൽ അറിയാം കേട്ടോ. പറ്റുന്നതുപോലെയൊക്കെ ഭംഗിയാക്കാൻ നോക്കുന്നുണ്ടേ. എന്നാലും കുറവുകൾ മിക്കവാറും കാണും. നിങ്ങളത് ക്ഷമിച്ചു കളയണേ. പിന്നെ കുറവുകൾ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് കുറിച്ചിട്ടേക്കാൻ ഓർക്കണം. നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതും സ്വാഗതം ചെയ്യുന്നു. ലൈക്കും ഷെയറുമൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം പോലെ. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്മ നേരുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.